ഗുഡ് മോർണിംഗ്. നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ 56,519 താഴേക്കാണ് മാർക്കറ്റ് വരുന്നതെങ്കിൽ അപ്സൈഡിലേക്കായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യുക. ഇനി അതല്ല 56,864 മുകളിലേക്കാണെങ്കിൽ താഴേക്കായിരിക്കും. ഇപ്പോൾ മാർക്കറ്റ് ഇന്നലത്തെ ലാസ്റ്റ് ഇന്നലെ 3:15 ക്യാൻഡിൽ താഴെയും ലിക്വിഡിറ്റി ഉണ്ട്. കാരണം ഓൾറെഡി അപ്സൈഡ് ഓപ്പൺ ആയതുകൊണ്ട്. അതാണ് ബാങ്ക് നിഫ്റ്റിയിലുള്ള ലിക്വിഡിറ്റി ലെവൽസ് എന്ന് പറഞ്ഞാൽ. നിഫ്റ്റിയിൽ ഓൾറെഡി അപ്സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഡൗൺ സൈഡ് 25,180 അപ്പോൾ നമ്മൾ അപ്സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഫസ്റ്റ് ട്രേഡ് താഴേക്കായിരിക്കും നോക്കുക. അതിനനുസരിച്ചിട്ടായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യാം. ഓക്കെ, ഏതായാലും ചാൻസ് വരികയാണെങ്കിൽ ഞാൻ പറയാം. നിഫ്റ്റിയിലൊരു ട്രേഡ് എടുക്കാം. നമുക്കൊരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം. 25,400 പുട്ട് ഓപ്ഷൻ എൻട്രി എടുത്തിട്ടുണ്ട്. നമുക്ക് എൻട്രി എടുത്തത് 79.30 ഒരു അഗ്രസീവ് എൻട്രിയാണ്. അതായത് മാർക്കറ്റ് ഓപ്പൺ ആയത് തന്നെ അപ്സൈഡിലുള്ള ലിക്വിഡിറ്റി, പ്രീവിയസ് ഡേയിൽ അപ്സൈഡിലുള്ള ലിക്വിഡിറ്റി പ്രകാരം ആയതുകൊണ്ട് തന്നെ ഒരു ട്രേഡ് ചെയ്യാൻ പ്ലാൻ ചെയ്താണ് ഈ ഒരു ഏരിയയിൽ നിന്ന്. ഒരു അഗ്രസീവ് എൻട്രിയാണ്. നമുക്ക് ടാർജറ്റ് 1:5 ഇന്നത്തെ ഡേ ലോ റേഞ്ചിലൊക്കെ വെക്കാം. സ്റ്റോപ്പ് ലോസ് 6 പോയിന്റ് ആണ്. അതായത് 3,000 ആണ് ലോസ്. ഇപ്പോൾ മാർക്കറ്റിൽ ഭയങ്കര വോളട്ടൈൽ മാർക്കറ്റാണ്. ഇപ്പോൾ ട്രേഡൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കൺട്രോൾ ചെയ്ത് ചെയ്യായിരിക്കും നന്നാവുക. ക്വാണ്ടിറ്റി കുറച്ച് ചെയ്യണോ അല്ലെങ്കിൽ ട്രേഡിന് എണ്ണ കുറക്കണോ എന്നുള്ള പ്ലാനിലാണ്. അതായത് ഈ ഒരു പ്രൈസ് മൂവ്മെൻറ്റ്സ് അങ്ങനെയാണ്. ഇപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് 1,000, 2,000, 3,000 പോണതിനൊന്നും സമയമില്ല. പ്രോഫിറ്റിലേക്ക് വരുന്നുണ്ട് അല്ലേ, നോക്കാം. ഞാൻ പറഞ്ഞ പോലെ മാർക്കറ്റിൻ്റെ ഇന്നലത്തെ മിനിഞ്ഞാത്തൊക്കെ മൂവ്മെൻറ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. അതായത് അവരും അൺഹെൽത്തി ആയിട്ടാണ് പോവുകയാണ്. അതായത് പെട്ടെന്നൊരു സ്പൈക്ക് വരും, മുകളിലേക്ക് പോകും, പിന്നെ ഒരു താഴേക്ക് വരും, മുകളിലേക്ക് പോകും. എന്താ നമുക്കൊരു മാർക്കറ്റിനെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത, നമ്മൾ നോർമലി ഒരു പ്രൈസ് ആക്ഷൻ വെച്ചിട്ടാണ് നമ്മളൊരു സ്റ്റൈലാണ് ട്രേഡ് എടുക്കുക. ആളുകളുടെ ചെറിയ ലിക്വിഡിറ്റി എടുത്തിട്ട് അവിടുന്ന് ചെറിയൊരു മൊമെൻറ്റം കിട്ടി, പിന്നെ ഒരു കൺഫർമേഷനൊക്കെ എടുത്ത് അങ്ങനെയുള്ള ട്രേഡ്സാണ് നമുക്കത്. ഇത് മാർക്കറ്റ് ഒന്നും പെട്ടെന്ന് അഗ്രസീവായിട്ട് ലിക്വിഡിറ്റി ഒക്കെ എടുത്താൽ പോവുകയാണെങ്കിൽ ഒറ്റ പോക്കാണ്. നമുക്ക് എൻട്രി തരാൻ അവസരം തരൂല. ഇനി അതെല്ലാം എൻട്രി തന്നാൽ തന്നെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് ചെറിയ SL അടിച്ചിട്ട് പോവുക. ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ഒരു മാർക്കറ്റിൻ്റെ. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ട്രേഡിൻ്റെ എണ്ണത്തിലൊക്കെ കൺട്രോൾ ചെയ്യണം എനിക്ക് നന്നാവാന്ന് എനിക്ക് തോന്നണം. അതായത് പൊതുവേ നമ്പർ ഓഫ് ട്രേഡ്സ് ഒക്കെ കഴിഞ്ഞ് ഒരു ട്രേഡ് നോക്കുക, അല്ലെങ്കിൽ നല്ല ചാൻസിൻ്റെ രണ്ടാമത്തെ ട്രേഡ്. ആദ്യം ഞാൻ ക്വാണ്ടിറ്റി കുറക്കാൻ വിചാരിച്ചിരുന്നു. അപ്പോൾ അതിനല്ല നമ്പർ ഓഫ് ട്രേഡ്സ് കൺട്രോൾ ചെയ്യായിരിക്കും നന്നാവാന്ന് തോന്നി. അപ്പോൾ ഫസ്റ്റ് ട്രേഡ് എടുക്കും. അത് SL ആണെങ്കിലും ടാർജറ്റ് ആണെങ്കിലും സ്റ്റോപ്പ് ചെയ്യും. ഇനി അതിൽ നല്ല അവസരം കിട്ടുകയാണെങ്കിൽ തോന്നുകയാണെങ്കിൽ മാത്രം എടുക്കും, അല്ലെങ്കിൽ പിന്നെ ട്രേഡ് ചെയ്യൂല. മിക്കവാറും താഴേക്ക് തന്നെ വരാൻ തോന്നുന്നുണ്ടല്ലേ, കണ്ടിട്ട് ഒരു സുഖമല്ല. SLലേക്ക് പോകുന്നുണ്ട്. ഏതായാലും 3,000 ഓക്കെ അടിച്ചിട്ടുണ്ട്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ട്രേഡ് SL ആണ്. ഇനി നമുക്കിന്ന് സമയം 9:45 നമുക്കിനി വെറുതെ നോക്കിയിരിക്കേണ്ട ഒരു മാർക്കറ്റിൽ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനുണ്ടാവില്ല. കാരണം മാർക്കറ്റ് ഇത്തരം മൂവ്മെൻറ്റ്സ് ഉള്ള ദിവസങ്ങളും പെട്ടെന്നൊന്ന് മാറിയിരിക്കായിരിക്കും നന്നാവുക. കുറച്ച് നോക്കിയിട്ട് ചെയ്യാം. ഇനിയിപ്പോൾ നല്ല കുറച്ചൊന്ന് മാർക്കറ്റ് ഒന്നൊന്ന് സ്റ്റേബിൾ ആയിട്ടൊക്കെ ഒന്ന് ഇറങ്ങായിരിക്കും നന്നാവുക. അതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് ചെയ്യാം. ഏതായാലും ഡൗൺ സൈഡ് ലിക്വിഡിറ്റിയും ക്രിയേറ്റ് ആയിട്ടില്ല. സ്ട്രൈറ്റ് ആയിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോയതാണ്. ഏതായാലും കുഴപ്പമില്ല. ഇനി നല്ല ചാൻസ് വരുമ്പോൾ നോക്കാം. അതുവരെ ചാൻസ് വരുമ്പോൾ നല്ല ചാൻസിനെ മാത്രം, അല്ലെങ്കിൽ നമുക്ക് ഇന്ന് ഈ ഒറ്റ ട്രേഡ് കൊണ്ട് ഇന്നത്തെ ദിവസം സ്റ്റോപ്പ് ചെയ്യാം. അതാണ് പ്ലാന്. ഓക്കെ, മാർക്കറ്റ് ഉണ്ടാവും. ഒരു 5 മിനിറ്റ് ക്യാൻഡിലിൻ്റെ ലോ എടുത്തിട്ടാണ് പോണത്. അതായത് കുറേ മുകളിലേക്ക് പോയിട്ട് ഒരു 5 മിനിറ്റ്സിൻ്റെ ലോ എടുത്തിട്ട് ആളുകൾ ഇത്രയും മുകളിലേക്ക് പോയതല്ലേ, യുദ്ധമൊക്കെ ഉള്ളതല്ലേ, ഇനി താഴേക്ക് വരുമെന്നുള്ള പ്രതീക്ഷിക്കുമ്പോഴായിരിക്കും ഒറ്റ മുകളിലേക്ക് പോലെ. അത് ആ ഒരു സ്റ്റൈൽ ഇപ്പോൾ കാണുന്നുണ്ട് മാർക്കറ്റിൽ. ഓർഡേഴ്സൊക്കെ അവിടെ കാണാൻ കഴിയും. SL 2 മിനിറ്റ് കൊണ്ട് അടിച്ചിട്ടുണ്ട് അല്ലേ. 2 മിനിറ്റ് ട്രേഡ് നിന്നിട്ടുള്ളൂ. സമയം 11:45. നമ്മൾ അതിനുശേഷം ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട്. അത് അപ്പം തന്നെ എക്സിറ്റ് ചെയ്ത് നിന്നില്ല. അതിനുശേഷം നിഫ്റ്റിയിലൊക്കെ 1-2 അവസരം വന്നില്ല. ഒരു അഗ്രസീവ് എൻട്രി വന്നിരുന്നു ഈ ഒരു ഏരിയയിൽ നിന്ന്. എക്സാക്ട്ലി അത് ടാർജറ്റ് പോയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ എടുത്തിട്ടില്ലെന്ന്. ഞാനിന്ന് മാർക്കറ്റ് ട്രേഡ് ചെയ്യേണ്ടെന്ന് വിചാരിച്ച് നിന്ന് എന്നാണെങ്കിൽ അതൊക്കെ ടാർജറ്റിൽ അത്യാവശ്യം മൂവ് ചെയ്തും ചെയ്തു. ഇപ്പോഴും ഒരു ലിക്വിഡിറ്റി ഏരിയയിലാണ് അപ്സൈഡിലേക്ക് പോകാൻ ചാൻസ് ഉള്ളത്. ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു അപ്സൈഡ് ട്രേഡ് പ്ലാൻ ചെയ്തിരുന്നു. വേണ്ടാന്ന് വിചാരിച്ച് അപ്പം തന്നെ ഇറങ്ങി മാർക്കറ്റ് എനിക്കൊരു പ്രതീക്ഷ. കാരണം ഇന്നലത്തെ ഞാൻ പറഞ്ഞില്ല, ഇന്നലത്തെ 3:15 ഇന്നത്തെ ഡേ ഹൈ എടുത്ത് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ഇന്നലത്തെ 3:15 ക്യാൻഡിൽ ലാസ്റ്റ് ക്യാൻഡിൽ ഒരു ലിക്വിഡിറ്റി ഏരിയയാണ് അവിടെ. അത് ടാപ്പ് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ധൈര്യം കിട്ടിയില്ല. ഞാൻ അപ്പം തന്നെ എക്സിറ്റ് ചെയ്തത്. പ്രീമിയത്തിൻ്റെ ഒരു വോളറ്റാലിറ്റി കണ്ടിട്ട് പേടിച്ചിട്ട് എക്സിറ്റ് ചെയ്തതാണ്. വേണ്ട, ഇനി നമുക്ക് എന്താ പറയുക, മാർക്കറ്റ് ഒന്ന് സ്റ്റേബിളായിട്ട് എടുക്കാം. കണ്ടോ, ഈ ഒരു ഡേയിലുണ്ടല്ലോ ആ ഒരു ഏരിയ നിന്ന് മാർക്കറ്റ്. അതുപോലെ നിഫ്റ്റി ഇപ്പോഴും ഒരു ലിക്വിഡിറ്റി ഏരിയയിലാണ് ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി അതായത് ഇന്ന് ട്രേഡ് ചെയ്യാൻ ചെയ്യുന്നില്ല. ഈ ഒരു ട്രേഡ് കൊണ്ട് ഇന്നത്തെ സംഭവം നിർത്താം. കാരണം ഇനി ഒന്ന് സ്റ്റേബിളായിട്ട് ചെയ്യാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഒന്ന് സ്റ്റേബിൾ അല്ലെങ്കിൽ ഒരു ദിവസം ഒരു ട്രേഡൊക്കെ നോക്കി, അല്ലെങ്കിൽ നല്ല ചാൻസിൻ്റെ രണ്ടാമത്തെ നോക്കുകയുള്ളൂ. ഇനി ഈ ഒരു വോളറ്റാലിറ്റി മാറട്ടെ. എന്ത് മൂവ്മെൻറ്റാണ് ബാങ്ക് നിഫ്റ്റിയൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഭയങ്കര മൂവ്മെൻറ്റ്. നമ്മളെ ഒരു ചെറിയ പോയിന്റ്, നമ്മളാകെ ചെറിയ പോയിന്റ് SL വെച്ച് ചെയ്യുന്നതല്ലേ. അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ഇത്രയും വലിയൊരു മൂവ്മെൻറ്റ് നമുക്ക് പ്രയാസമായിരിക്കും.
അപ്പോൾ നോക്കാം, ഒന്ന് സ്റ്റേബിളായിട്ട് നോക്കാം. ഇനി മാർക്കറ്റ് ഞാൻ പറഞ്ഞ പോലെ ഉണ്ടോ, പ്രീവിയസ് ഡേയിലുള്ള ഒരു ലാസ്റ്റ് ക്യാൻഡലിൻ്റെ ലോ ടാപ്പ് ചെയ്തിട്ടാണ് പോണത്. അതുപോലെ ട്രെൻഡ് ലൈൻ്റെ അടുത്ത് ഇങ്ങനെ സ്പെൻഡ് ചെയ്യണമുണ്ട്. അപ്പ് സൈഡ് പോകാനും ചാൻസ് ഉണ്ട്. നിഫ്റ്റി ഇപ്പോൾ ഓൾറെഡി എഗെയിൻ ഒരു പ്രാവശ്യം ലിക്വിഡിറ്റി എടുത്ത് മൂവ് ചെയ്തത്, രണ്ടാമത് പിന്നെ അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ട്രേഡ് ചെയ്യാനൊരു ധൈര്യമില്ല. കുഴപ്പമില്ല, നമുക്കിനി നാളെ നോക്കാം. നാളെ നല്ല അവസരം നോക്കാം. ഏതായാലും ലോസ് ആക്സെപ്റ്റ് ചെയ്യുക, നിർത്താം, അടുത്ത ദിവസം നോക്കാം. താങ്ക് യു, ബൈ.